Meet my new friend Disco. Smile. അതെ, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് താർ മരുഭൂമിയിലേക്കാണ്. രാജസ്ഥാനിൽ പോയാൽ മരുഭൂമി കാണാതെ തിരിച്ചു വരുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ കിലോമീറ്ററുകൾ താണ്ടി താർ മരുഭൂമിയിലേക്ക് ഒരു യാത്ര. പോകുന്ന വഴിക്ക് നിറയെ കാഴ്ചകളുണ്ട്. ചെറിയ ചെറിയ ജീവികളെ കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ ചുറ്റി നടക്കുന്ന ആട്, മാട്, അങ്ങനെ ഒരുപാട് ജീവികളുണ്ട്. പിന്നെ വീടുകളും നമുക്ക് കാണാൻ പറ്റും. ഇത് മരുഭൂമിയിലെ മറ്റൊരു സ്ഥിര കാഴ്ചയാണ്. രാവിലെ അതോടൊപ്പം തന്നെ വൈകുന്നേരങ്ങളിലും ഇങ്ങനെ വെള്ളം ചുമന്നുകൊണ്ട് രാജസ്ഥാനികൾ പോകുന്ന കാണാൻ പറ്റും. ഇത് മരുഭൂമിയിലേക്കുള്ള യാത്രയാണ്. താർ മരുഭൂമിയിലേക്ക് എത്തി. ഇനി യഥാർത്ഥ താറ് നമുക്ക് കാണണ്ടേ? ഇവന്റെ പുറത്തിരുന്നാണ് നമ്മൾ മരുഭൂമി കാണാൻ പോകുന്നത്. ആദ്യമായിട്ട് ഒട്ടകപ്പുറത്ത് കയറുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റും ഉണ്ടായിരുന്നു. വീഴുമോന്ന് പേടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ വീണില്ല. ഇവൻ എത്ര വയസ്സുണ്ടെന്ന് അറിയാമോ? ഒട്ടകത്തിന്റെ കാര്യമല്ല കേട്ടോ, കൊണ്ടുപോകുന്നാക്ക്. ഒരു 15 വയസ്സിൻ്റെ അകത്ത് പ്രായം മാത്രമുള്ള ഒരു കുട്ടിയാണ് ഈ ഒട്ടകത്തിന്റെ ഗൈഡ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ നോക്കിയിരുന്ന താർ മരുഭൂമി. കിലോമീറ്ററുകൾ കിടക്കുന്ന മരുഭൂമിയാണ്. പക്ഷെ നമ്മളിവിടെ എല്ലായിടത്തും പോവില്ല, ഒരു ഭാഗത്തേക്ക് മാത്രമേ നമ്മൾ പോവുള്ളൂ. ഇതൊക്കെ മരുഭൂമിയിലൂടെ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുന്ന സഞ്ചാരികളാണ്. അപ്പോൾ നമ്മളും കയറി ഒട്ടകപ്പുറത്ത്. ഇവന്റെ പേര് ഡിസ്കോ എന്നാണ് കേട്ടോ. ഈ ഒട്ടകത്തിന്റെ വളരെ ഫ്രണ്ട്ലിയാണ്, പ്രശ്നക്കാരനൊന്നുമല്ല. നമ്മൾ അടുത്തൊട്ടാലൊന്നും പ്രശ്നമൊന്നുമില്ല. എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, കാരണം പ്രത്യേകിച്ച് കയറുന്ന സമയത്തും ഇറങ്ങുന്ന സമയത്തും. ഇതാണ് അവിടുത്തെ രാജസ്ഥാനി വസ്ത്രങ്ങളണിഞ്ഞ രാജസ്ഥാനികളാണ് പൊതുവെ. പുറത്തുനിന്ന് വന്നിട്ടുള്ള ഗൈഡുകളൊന്നുമില്ല ഒട്ടകത്തെ പിടിച്ചുകൊണ്ട് പോകുന്നത്. ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര രസം തോന്നി. പുള്ളിയാണ് ഏറ്റവും പ്രായമുള്ളതെന്ന് തോന്നി. ബാക്കിയൊക്കെ വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ചെറിയ കുട്ടികളാണ് ഈ ഒട്ടകത്തിനെയൊക്കെ കൊണ്ടുപോകുന്നതും മേയ്ക്കുന്നതും ഇതിൻ്റെ ഗൈഡായിട്ടൊക്കെ നിൽക്കുന്നതും ഒക്കെ. ഇതാണ് നമ്മുടെ ഡിസ്ക്. ഇങ്ങനെ ഇവൻ്റെ പൊക്കത്തിരുന്ന് പോകുമ്പോൾ ഇതിൻ്റെ ചുറ്റുമുള്ളത് മുഴുവൻ ഒരു മുകളിലിരുന്ന് കാണുന്ന ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ്. ശരിക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യം കയ്യിലേക്ക് എത്തുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റും ക്യൂരിയോസിറ്റിയും ഒക്കെ ഉണ്ട്. നമ്മൾ മരുഭൂമിയിലിരുന്ന് സൂര്യാസ്തമയം അല്ലെങ്കിൽ സൺസെറ്റിൻ്റെ ഒരു വ്യൂ ഉണ്ടല്ലോ, ഡെസേർട്ടിലെ ഒരു സൺസെറ്റ് വ്യൂ, അത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്.